ഹായ് ഓൾ, ഞാൻ നഹ്മ ബഷീർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ടോപ്പിക്ക് ഇമോഷണൽ ഈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഈറ്റിംഗ് എന്നും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഇമോഷണൽ ഈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഇവൻറ്റ് മീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ ഓവറായിട്ട് ഫുഡ് ഇൻടേക്ക് ഉണ്ടാവാറുണ്ട്. അതായത് നമ്മുടെ അത്തരത്തിലുള്ളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഇവൻറ്റിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെ കുറച്ചും കൂടെ റിലാക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഫുഡ് ഇൻടേക്ക് കൂട്ടാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഫുഡ് ഇൻടേക്ക് ഉണ്ടാകുന്ന സമയത്ത് അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ആയിക്കോണമെന്നില്ല നമ്മൾ മീറ്റ് ചെയ്യുന്നത്. പലപ്പോഴും കൂടുതലും നമ്മൾ ഇത്തരത്തിലുള്ള സ്ട്രെസ്സിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ജങ്ക് ഫുഡ്സിലാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പം നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇവൻറ്റ് മീറ്റ് ചെയ്യേണ്ടി വരുമ്പം പലപ്പോഴും വലിയൊരു പാക്കറ്റ് ചിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി ഐറ്റംസോ അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ചോക്ലേറ്റിൻ്റെ ബാറ്, ഇതൊക്കെ ഫുള്ളി അങ്ങ് കഴിച്ച് തീർക്കുക. ഇത് വിശപ്പ് എന്നുള്ളതിനേക്കാളും ആ ഒരു ഈറ്റിങ്ങിലൂടെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ യൂസേജിലൂടെ നമ്മളെന്താണ് അതിൽ നിന്ന് റിലാക്സേഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലഷർ അതിൽ നിന്ന് സീക്ക് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷനാണ് ഇമോഷണൽ ഈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഇവൻറ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് ഹോർമോൺ അല്ലെങ്കിൽ കോർട്ടിസോൾ നമ്മുടെ ഇടയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറായിട്ട് കോർട്ടിസോൾ നമ്മുടെ ഇടയിൽ ഡെവലപ്പായി വരുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഓവറായിട്ടുള്ള ക്രേവിങ്സ് കൂടാനും അതുപോലെ തന്നെ അപ്പറ്റൈറ്റ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇത്തരത്തിലുള്ള സമയങ്ങളിലാണ് ഇതാണ് നമ്മൾ പിന്നീട് ഒരു ബിഞ്ച് യൂസിങ് എന്ന് പറയും. ബിഞ്ച് യൂസിങ് ആയിട്ടാണ് നമ്മൾ പിന്നെ ഇത്തരത്തിലുള്ള ഫുഡ് പ്രോഡക്ട്സുകൾ മീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ചോക്ലേറ്റ് പീസിൽ ഒതുക്കേണ്ടതൊക്കെ പലപ്പോഴും നമ്മൾ എന്താണ് ഫുള്ളി ആ ഒരു വലിയ ചോക്ലേറ്റ് ബാറൊക്കെ മുഴുവനായിട്ട് അങ്ങ് തീർക്കുക. അത് മൈൻഡ്ലെസ്ലി നമ്മൾ ഇത്തരത്തിലുള്ള ഫുഡുകൾ ഇൻടേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു കണ്ടീഷനിലേക്കാണ് പിന്നെ മൂവ് ചെയ്യുന്നത്. സോ ഇമോഷണൽ ഈറ്റിംഗ് എന്നുള്ളത് അതൊരു ഫിസിക്കൽ ഹങ്കർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ്റെ ഭാഗമായിട്ടല്ല, പലപ്പോഴും അതൊരു ഇമോഷണൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ടാണ് ഇമോഷണൽ ഈറ്റിംഗ് കണ്ടുവരാറുള്ളത്. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പെർട്ടിക്കുലർ അപ്പറ്റൈറ്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫീലിംഗ് നമുക്ക് വരുമ്പം അത് ഫിസിക്കൽ ഹങ്കർ ആണോ അതോ ഇമോഷണൽ ആയിട്ടുള്ള ഹങ്കർ ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്കിതിന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതിന് ഫസ്റ്റ് ആയിട്ട് നമ്മളിതിനെ ചെക്ക് ചെയ്യുക. അതായത് നമുക്ക് ഇങ്ങനെ ഹങ്കർ തന്നെയാണോ, നല്ല വലിയ അത്യാവശ്യം ഒരു 1 ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം നമ്മൾ ഇൻടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു ചെറിയൊരു റിലീഫ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അതൊരു ഫിസിക്കൽ ഹങ്കർ ആണെന്നുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടത് ഫിസിക്കൽ ഹങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ പതിയെ റൈസ് ചെയ്ത് വരുന്ന ഒന്നാണ്. ഇമോഷണൽ ഹങ്കർ അല്ലെങ്കിൽ ക്രേവിങ്സ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സഡൻ ആയിട്ട് വരുന്നൊരു ഏർജുമാണ്. അത് നമുക്ക് പെട്ടെന്ന് നമുക്കൊരു പെർട്ടിക്കുലർ ഫുഡ് നമ്മൾ കഴിച്ചാലേ നമുക്ക് അതിൽ നിന്നൊരു റിലീഫ് കിട്ടുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനാണ് ഉണ്ടാവുക. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇമോഷണൽ ഹങ്കർ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫുഡ് പ്രോഡക്റ്റിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എത്ര ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഒട്ടും തന്നെ അവെയർ ആയിരിക്കില്ല. ആ ഒരു ഇമോഷണൽ ഈറ്റിങ്ങിൻ്റെ സമയത്ത് പലപ്പോഴും നമ്മൾ ഫിസിക്കൽ ഹങ്കർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് ഓഫ് ഫുഡാണ് ഇൻടേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, എന്താണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ളതിനെ പറ്റി നമ്മൾ പ്രോപ്പറായിട്ട് അവെയർ ആയിരിക്കും. ഇമോഷണൽ ഹങ്കർ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ എന്താണ് ഫുഡ് അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് എത്രത്തോളം നമുക്കിപ്പോൾ ആവശ്യമുണ്ടെന്നുള്ളതിനെ പറ്റി നമ്മൾ ഒട്ടും തന്നെ അവെയർ ആയിരിക്കില്ല. അപ്പോൾ ഇതാണ് ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Hopefully, thank you.